ദൈവനാമത്തിന് മഹത്വം. ഇന്ന് നിങ്ങളുടെ മധ്യേ ഞാൻ വരുന്നത് പഴയ നിയമത്തിലെ പ്രവചനത്തിലെ ഒരു വാക്യത്തിൻ്റെ ആധാരമാക്കി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഹോശേയ പ്രവചനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. ഇസ്രയേൽ ജനം ആഖോർ താഴ്വരയെക്കുറിച്ച് ഓർക്കുന്നത് നല്ലൊരു ഓർമ്മയല്ല. ആഖാനെയും അവനുള്ളതിനെയെല്ലാം ആഖോർ താഴ്വരയിൽ കല്ലെറിഞ്ഞ് കൽക്കൂമ്പാരമാക്കിയ ചരിത്രമാണ് ആഖോർ താഴ്വരയ്ക്ക് പറയാനുള്ളത്. ഇത് പഴയ നിയമത്തിലെ യോശുവ 7:25-26 വാക്യങ്ങളിൽ യോശുവ വ്യക്തമാക്കുന്നുണ്ട്. ആ സംഭവത്തെ ചുരുക്കി ഇങ്ങനെ അപഗ്രഥിക്കാം: യെരിഹോവിൽ ദൈവം ഇസ്രയേലിന് നൽകിയ വിജയം യുദ്ധം ചെയ്യാതെ യെരിഹോവിന് ചുറ്റും, ആ മതിലിന് ചുറ്റും നടന്നപ്പോൾ അത് ഭൂമിയിലേക്ക് ഒന്നാകെ താഴ്ന്നിറങ്ങി. ഇത് പിന്നീട് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളിൽ കണ്ടെത്തിയതുമാണ്. എന്നാൽ അടുത്ത പട്ടണമായ ഹായിൽ ആ ശ്രമത്തെ പരാജയമാക്കി തീർത്തു. ഈ പരാജയ കാരണം യോശുവ ദൈവസന്നിധിയിൽ ചെന്ന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നീ നിൻ്റെ ജനത്തെ ഉപേക്ഷിച്ചുവോ, വിട്ടുകളഞ്ഞുവോ എന്നാണ്. പലപ്പോഴും പരാജയത്തിന് മുമ്പിൽ നാമും ദൈവത്തോട് ചോദിക്കാറുണ്ട്: ദൈവമേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സകലത്തെയും കാണുന്ന ദൈവത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ പിടിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് എടുക്കരുതെന്ന് പറഞ്ഞ പ്രമാണം ലംഘിച്ച ഒരു വ്യക്തിയുണ്ട്, ഒരു കുടുംബമുണ്ട്. അവരെന്തൊക്കെ എടുത്തു എന്ന് വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വസ്ത്രം, പണം, സ്വർണം അത് തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു. എന്നാൽ ദൈവത്തിന് മുഖപക്ഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന അനേക ആളുകളുണ്ട്. ഇവിടെ യാതൊരു കാര്യങ്ങളിലും ദൈവം വിട്ടുവീഴ്ച കൊടുത്തില്ല. അവനെ പിടിക്കപ്പെട്ടു. 3 കാര്യമേ അവൻ ചെയ്ത തെറ്റ്: വസ്ത്രം, പണം, സ്വർണം. എന്നാൽ ഇത് ഒരു കാര്യം നമ്മെ വിളിച്ചറിയിക്കുന്നു: അത് കൽക്കൂമ്പാരമായി. എന്നാൽ ദൈവത്തിന് പുതിയ നിയമ വ്യവസ്ഥയിൽ ഇപ്പോൾ നാം അനുഭവിക്കുന്നത് പ്രത്യാശയുടെ ഒരു ആഖോറാണ്. യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് ലഭിച്ചത് പ്രത്യാശയുടെ ഒരു ഹോപ്പാണ്. ആഖോർ വുഡ് ബിക്കം എ ഡോർ ഓഫ് ഹോപ്പ് എന്ന യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി ലോകത്തിന് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ നാം ചിന്തിക്കണം, നാശയോഗ്യരായ നമ്മെ ദൈവസന്നിധിയിൽ ആക്കി വെച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ് യേശുക്രിസ്തുവിലൂടെ. ഇത് സാധിക്കണമെങ്കിൽ ചില കാര്യങ്ങളിലും ദൈവം പുതിയ നിയമത്തിലും റെസ്ട്രിക്ഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നറിയാമല്ലോ: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതിലേക്ക് വീഴുവാനുള്ള സാധ്യത പുതിയ നിയമവിശ്വാസികൾക്കുമുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും പ്രത്യാശ ഉണ്ടാകുകയില്ല എന്ന്, ഒരു ഡോർ ഓഫ് ഹോപ്പ് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്ന എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു പ്രത്യാശയുടെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതിലൂടെ പ്രവേശിക്കുക. ദൈവ ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.